ജീവിതത്തിൽ ഏറ്റവും പ്രതിഫലം കിട്ടുന്ന ഒരു ചിന്തയുണ്ട്. ചില ചിന്തകൾ കാരണം പ്രതിഫലം കിട്ടുമെന്നാണ്. വാക്കുകളുണ്ട്, ആരാധനകളുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. പക്ഷേ ചില ചിന്തകളും നമുക്ക് പ്രതിഫലം നൽകുന്നത്. അതിലൊന്ന് മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. മനുഷ്യൻ ഇവിടെ നിന്ന് യാത്രയാവേണ്ടി വരും എന്ന് ചിന്തിക്കുന്നത്, നമുക്കിവിടെ നിന്നൊരു ഡിപ്പാർച്ചറുണ്ട് എന്ന് ചിന്തിക്കുന്നത്, വളരെ കൃത്യവും വളരെ പ്രിസൈസായ ഒരു ജീവിതമാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത്, ഒരിക്കലും ശാശ്വതമല്ല എന്ന് തിരിച്ചറിയുന്നത്, നമ്മുടെ അഹങ്കാരവും നമ്മുടെ വിദ്വേഷവും നമ്മുടെ പ്രതികാരവും നമ്മുടെ ദുരാഗ്രഹങ്ങളും എല്ലാം നിയന്ത്രിക്കാൻ മനുഷ്യനെ സഹായിക്കുന്നത് മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. ഒരു സമയം, ഒരു നിമിഷം വരുമ്പോൾ എല്ലാം കെട്ടടങ്ങുകയും അധ്വാനിച്ചത് മുഴുവനും അങ്ങനെ തന്നെ ബാക്കി വെച്ച് 3 കഷ്ണം തുണിയിൽ പൊതിയപ്പെട്ട് ഖബറിലേക്ക്, മണ്ണിലേക്ക് മനുഷ്യൻ പോകുന്ന ഒരു സമയം. ഇത് മനുഷ്യനെ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. യൗവനം എന്ന് പറയുന്നത് ഒരു നല്ല കാലഘട്ടമാണ്, പക്ഷേ അതിനൊരിക്കലും ശാശ്വതമായി നിൽക്കാൻ കഴിയില്ല. യൗവനം പിന്നീട് മധ്യവയസ്സിലേക്കും വാർദ്ധക്യത്തിലേക്കും വഴിമാറുകയാണ്. വളരെ കുറഞ്ഞ ഒരു പ്രഭാതം സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്ന പോലെയാണ് മനുഷ്യ ജീവിതം. ആ പ്രഭാത സമയത്തെ നേർത്ത ചൂട് മനുഷ്യൻ്റെ ബാല്യമാണ്. ഒരു 10 മണി 12 മണി സമയം നമ്മുടെ യൗവനമാണ്. അത് കഴിഞ്ഞ് അസർ വരെയുള്ള 3 മണി വരെ 3:30 മണി വരെ നമ്മുടെ മധ്യവയസ്സാണ്. അത് കഴിഞ്ഞ് സൂര്യാസ്തമയം വരെയുള്ളത് വാർദ്ധക്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടാണ്. ഇരുട്ട് ഖബറിലേക്കുള്ള ജീവിതമാണ്. ഇങ്ങനെ സൂര്യോദയവും അസ്തമയവും മനുഷ്യൻ്റെ ജനന മരണത്തെ സൂചിപ്പിക്കുന്നുവെന്ന് മഹാന്മാർ പറയാറുണ്ട്. എപ്പോഴും പശ്ചാത്തപിക്കണം അല്ലെങ്കിൽ നന്നാവണം എന്ന് നമുക്ക് തോന്നണമെങ്കിൽ മരണം നമ്മൾ വിചാരിക്കുന്ന അപ്രതീക്ഷിതമായൊരു സമയത്തായിരിക്കും, നമ്മളൊരിക്കലും വിചാരിക്കാത്ത നേരത്തായിരിക്കും വന്നെത്തുക എന്ന് തിരിച്ചറിയുമ്പോഴാണ്. അത് ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ കണിശമായും കൃത്യമായ ചില ഇബാദത്തുകൾ നമ്മളും പടച്ചവനും തമ്മിൽ മാത്രമായി രഹസ്യമായി നമുക്ക് വേണ്ടി നമ്മുടെ കയ്യിലുണ്ടാവണം. ആ രഹസ്യമായ ഇബാദത്തുകളിൽ ഒരുപക്ഷെ നിങ്ങൾ ചൊല്ലുന്ന ദിക്റുകളാകാം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇങ്ങനെ തുടങ്ങി നമുക്ക് ചെറുതും വലുതുമായി ചൊല്ലാൻ പറ്റുന്നത് കൃത്യമായും ഒരെണ്ണം എല്ലാ ദിവസവും കൊണ്ട് നടക്കാൻ കഴിയുന്നത് നമ്മുടെ പരലോകത്തേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. കൃത്യമായും ഒരു 100 ദിക്ർ അല്ലെങ്കിൽ 100 തവണ സ്വലാത്ത് ചൊല്ലുന്നത്, അല്ലെങ്കിൽ ഒരു 33 തവണ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷവും നിസ്കാരത്തിന് ശേഷവും ചൊല്ലുന്നത്, ഇങ്ങനെ എന്തെങ്കിലും കൺസിസ്റ്റൻ്റായിട്ട് നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയണം. ജീവിതത്തിൽ ഒരു നന്മ നിലനിർത്തിക്കൊണ്ടുപോകുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. കർമ്മങ്ങൾ ഒരുപാടുണ്ടെങ്കിലും കർമ്മങ്ങളിൽ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ഖൈറുൽ അമാലി അദ്വമുഹു, ഏതാണോ നമ്മൾ നിലനിർത്തിക്കൊണ്ടുപോകുന്നത് അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമായത്. അതുകൊണ്ട് നന്മ നിലനിർത്തിക്കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നത് നമ്മെ ഈ നന്മയിൽ പിടിച്ചു നിർത്താൻ സഹായിക്കും. നമ്മൾ റമളാനിൻ്റെ അടിമകളല്ല, അള്ളാഹുവിൻ്റെ അടിമകളാണ്. അതുകൊണ്ട് ആ ഒരു പശ്ചാത്താപ ചിന്തയിൽ നമ്മളെ നിലനിർത്താൻ ഇത്തരം ചില കാര്യങ്ങൾ സഹായിക്കുമെന്ന്. അതുമാത്രമല്ല, തിന്മയിലേക്ക് നമ്മൾ തിരിച്ചു പോകാൻ സാധ്യതയുള്ള ഇടങ്ങൾ, അതൊരു പക്ഷേ ഡിജിറ്റൽ സ്പേസുകളായിരിക്കാം, ഫിസിക്കൽ സ്പേസുകളായിരിക്കാം, നമ്മുടെ ഡിജിറ്റൽ ഫ്രണ്ടുകളായിരിക്കാം, അല്ലെങ്കിൽ ഫിസിക്കൽ ഫ്രണ്ട്സ് ആയിരിക്കാം. ആരിലൂടെയാണോ തിന്മയിലേക്കുള്ള വഴി തുറക്കുന്നത് അവിടേക്ക് പോകാതെ നമ്മളെ നിയന്ത്രിക്കേണ്ടതുണ്ട്. മൻ തറക ലില്ലാഹി അവ്വദഹുല്ലാഹു ഖൈറൻ മിൻ, അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ഉപേക്ഷിച്ചാൽ അതിലും ഖൈറായത് അള്ളാഹു നമുക്ക് നൽകുമെന്നാണ്. ഒരു കാമുകനായിട്ടും കാമുകിയായിട്ടും ജീവിച്ച് ഒരു ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടുമായിട്ട് ജീവിക്കുമ്പോൾ ഒരു സുപ്രഭാതം നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്നും ഇത് ഇസ്ലാം അനുവദിക്കാത്തൊരു ബന്ധമാണെന്നും തിരിച്ചറിയുമ്പോൾ അത് അള്ളാഹുവെ നിനക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നു എന്ന ചിന്തയിൽ നമ്മൾ മാറ്റിവെച്ചാൽ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു ഭർത്താവിനെ നിങ്ങൾക്ക് പകരം ലഭിച്ചേക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നൊരു ഭാര്യയെ അള്ളാഹു നൽകിയേക്കും. നിങ്ങൾ ആരോടാണോ ഒരു ഹറാമായ, അള്ളാഹു ഒരിക്കലും അനുവദിക്കാത്തൊരു ബന്ധം പുലർത്തിയിരുന്നത്, ആ ബന്ധത്തെ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ ഒന്ന് അള്ളാഹു പകരം നൽകും. നമ്മൾ ഏതാണോ ഉപേക്ഷിച്ചത് അതിലും ഏറ്റവും നല്ലത് അള്ളാഹു പകരം നൽകും എന്നാണ് ഹദീസ്. ഇത് സത്യം മാത്രം പറഞ്ഞ, പൊരുളുകൾ മാത്രം പറഞ്ഞ, ധർമ്മം മാത്രം പഠിപ്പിച്ച ഒരു അന്ത്യപ്രവാചകരായ പുണ്യനബിയുടെ വാക്കുകളാണ്. മൻ തറക ലില്ലാഹി ഷൈഅൻ അവ്വദഹുല്ലാഹു ഖൈറൻ മിൻ. നമ്മൾ എന്താണോ പടച്ചവന് വേണ്ടി മാറ്റിവെക്കുന്നത് അതിലേറ്റവും ഖൈറായത് അള്ളാഹു പകരം നൽകും എന്നാണ് പറയുന്നതിനർത്ഥം. ഇവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നമ്മളറിയണം, പ്രവാചകരുടെ അനുയായികളിൽ ആത്മീയ വെളിച്ചം ലഭിച്ച, ആത്മീയ ജ്ഞാനം ലഭിച്ച, ഒരു വായനയിലൂടെയോ എഴുത്തിലൂടെയോ പഠനത്തിലൂടെയോ
ലഭിക്കുന്ന അറിവിനപ്പുറം അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൽ നിന്ന്, പരമകാരുണ്യകനായ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ഇൻസ്പിറേഷൻ വഴി അറിവ് ലഭിക്കുന്ന ആളുകൾ ഈ സമൂഹത്തിലുണ്ട് എന്ന് പ്രവാചകർ പറയാറുണ്ട്. അതിൽപ്പെട്ട ആളാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇന്ന മിൻ ഉമ്മത്തി ലമുഹദ്ദസീന വമുഖല്ലമീൻ വമിൻഹും ഉമർ എന്ന് പറഞ്ഞ ഹദീത്തിൻ്റെ സാരം കമാ ഖാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയാം, മാ അമറല്ലാഹു തആല ബിശൈഇൻ ഇല്ലാ വഅന അലൈഹി. അള്ളാഹു ഒരു കാര്യം നമ്മളോട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിന് അള്ളാഹു നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അവൻ്റെ സഹായം നിർബന്ധമായും അവിടെ ഉണ്ട്. അങ്ങനത്തെ വിഷയങ്ങളാണ് അള്ളാഹു നമ്മോട് ചെയ്യാൻ കൽപ്പിക്കുന്നത്. ഇപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി പറയുന്നു, ആരോഗ്യം തന്നിരിക്കും, wudu എടുക്കാനുള്ള വെള്ളം അവൈലബിലിറ്റി ഉണ്ടാകും, നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ടാകും. ഇതെല്ലാം ഒരുക്കി തന്നുകൊണ്ടാണ് അള്ളാഹു നിസ്കരിക്കണമെന്ന് പറയാം. അതവിടെ തന്നെ വലാ നഹ അൻ ഷൈഇൻ ഇല്ലാ വഅഗ്ന അൻ. അള്ളാഹു നിങ്ങളോട് അരുത് എന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പകരം, ആ അരുതിന് പകരം നിൽക്കാൻ പറ്റുന്ന അനുവദനീയമായത് ഇപ്പുറത്ത് ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ഉദാഹരണം ലഹരി തന്നെ ഒന്ന് ഉദ്ദേശിക്കുക. ലഹരിയെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഇൻടോക്സിക്കൻറ്റുകൾ ഇസ്ലാം വിശുദ്ധമാക്കിയതാണ്, ഇസ്ലാം നിരോധിച്ചതാണ്, പാടില്ല എന്ന് പറഞ്ഞതാണ്. ഇൻടോക്സിക്കൻ എന്താണെങ്കിലും മാ യുസ്കറു കസീറുഹു ഫഖലീലുഹു ഹറാം. ഏതൊന്ന് ഇൻ എ ഗ്രേറ്റർ ക്വാണ്ടിറ്റി നമുക്ക് കൂടുതൽ ഉപയോഗിച്ചാൽ നമ്മൾ ടോക്സിക് ആകുമ്പോൾ നമുക്ക് അത് നമ്മുടെ ബുദ്ധിയെ മരവിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നസ്സിനെ മറച്ചു കളയുന്നുണ്ടോ, അത് അല്പം ഉപയോഗിക്കലും ഹറാമാണെന്നാണ്. അത്തരം പാനീയങ്ങളും സ്മോക്കുകളും പൗഡറുകളും നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നതാവട്ടെ, ഏത് രീതിയിലുള്ളതാവട്ടെ, നമ്മുടെ ബുദ്ധിയെ മറച്ചു കളയുന്നത്, അതാണ് ഇൻടോക്സിക്കൻസ് എന്ന വാക്കുകൊണ്ട്, ഖംർ എന്ന വാക്കുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതിന് പകരം എത്രയോ ഹെൽത്തി ഡ്രിങ്കുകൾ, ആയിരക്കണക്കിന് ഹെൽത്തി ഡ്രിങ്കുകൾ ഇപ്പുറത്ത് വെച്ചിട്ടാണ് ഈ ഒന്ന് നിങ്ങൾ തുടരുത് എന്ന് പറയുന്നത്. അതിന് പകരം മനുഷ്യന് ആരോഗ്യവും ബുദ്ധിയും ഉന്മേഷവും നൽകാൻ കഴിയുന്ന ആയിരക്കണക്കിന് പദാർത്ഥങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, ഹറാമല്ലാത്തത്. അതിൽ നിന്ന് ഏതാനും വിരലെണ്ണാവുന്ന മാത്രമാണ് അള്ളാഹു നമ്മോട് അരുത് എന്ന് പറയുന്നത്. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഈ വാക്കിനർത്ഥം. വലാ നഹ അൻ ഷൈഇൻ ഇല്ലാ വഅഗ്ന അൻ. അള്ളാഹു അരുത് എന്ന് പറഞ്ഞത് അത് നമുക്ക് വേണ്ടതില്ലാത്തത് കൊണ്ടാണ്. അതിന് പകരം എത്രയോ നല്ലതിപ്പുറത്ത് ബാക്കിയുണ്ട്, അതുകൊണ്ടാണ് ആ വേണ്ട എന്ന് പറയുന്നത്. ഇങ്ങനെ ഏതൊക്കെ നിഷിദ്ധമാക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പന്നിമാംസം ഹറാമാണെന്ന് പറയും, ശവമായത്, അത് സ്വയമായി ചത്തുപോയ ജീവികൾ, അത് പിന്നെ പാടില്ലാത്തതാണെന്ന് പറഞ്ഞു. ബ്ലഡ് ഒരു ജീവിയുടെ ഇതും കുടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ ഏതൊക്കെ ഹറാമാക്കിയിട്ടുണ്ടോ ഇപ്പുറത്ത് വളരെ ഫ്രഷ്, വളരെ ക്ലീൻ മീറ്റുകൾ എത്രയോ ബാക്കിയുണ്ട്. അതുകൊണ്ട് നിഷിദ്ധമാക്കപ്പെട്ടത് വിരലെണ്ണാവുന്നതാണ്, അനുവദിക്കപ്പെട്ടത് അൺലിമിറ്റഡാണ്. അപ്പോൾ ഏതൊരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അതിന് അള്ളാഹുവിൻ്റെ സഹായം ഇപ്പുറത്ത് അള്ളാഹു വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്നുകൊണ്ടാണ് നിങ്ങളോടൊരു കാര്യം ചെയ്യണമെന്ന് പറയുന്നത്. നമുക്ക് ഉപദ്രവമുള്ള കാര്യം, ഒരിക്കലും നമുക്ക് ആവശ്യമില്ലാത്തത്, നമുക്ക് വേണ്ടാത്തതിനെക്കുറിച്ചാണ് അള്ളാഹു വേണ്ട എന്ന് പറഞ്ഞത് എന്ന് തിരിച്ചറിയണമെന്നാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വാക്കിൻ്റെ സാരം. നല്ല സൗഹൃദം അനിവാര്യമാണ്. സൗഹൃദം എന്ന് പറയുമ്പോൾ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമുക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് വരുമ്പോൾ ഒരു ഓൺലൈൻ ആരാണ് ഇതിൻ്റെ ഈ ID പോലും ആരുടേതാണെന്ന് പോലും നമുക്കറിയാതെ, ഒരിക്കലും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഏതാനും ചില ഫാൻസി കമൻറ്റുകൾ മാത്രം കണ്ടതിൻ്റെ പേരിൽ ഫ്രണ്ടായിട്ട് ആഡ് ചെയ്യുന്നതല്ല ശരിയായ ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ പ്രകൃതം, നമ്മുടെ വ്യക്തിത്വം സ്വാധീനിക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ സുഹൃത്തുക്കൾ ഏറ്റവും നല്ലവരായിരിക്കണം. അവരുടെ സ്വഭാവവും പെരുമാറ്റവും നമുക്ക് നന്മയിലേക്കുള്ള പ്രചോദനമാവണം. അവരാണല്ലോ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ. നമ്മുടെ മക്കൾക്കാണെങ്കിലും നമ്മുടെ കൊച്ചനുജന്മാർക്കാണെങ്കിലും അനുജത്തിമാർക്കാണെങ്കിലും ജ്യേഷ്ഠത്തിമാർക്കാണെങ്കിലും നല്ല ഫ്രണ്ട്ഷിപ്പിലൂടെ അവർക്ക് നല്ലൊരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നല്ല സൗഹൃദം മനുഷ്യൻ്റെ സദ്വൃത്തിയിൽ, നന്മയിൽ നിലനിൽക്കുന്നതിന് അനിവാര്യമാണ്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥിനികളോടും നമ്മൾ ഫ്രണ്ട്ഷിപ്പ് വളരെ കെയർഫുൾ ആവണം. ഒരുപക്ഷെ നമുക്ക് മോശമായ ഫ്രണ്ട്ഷിപ്പ് കിട്ടുമ്പോൾ ആ ആളെ നന്നാക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ നമുക്ക് കൂടെ നിർത്താം. ഇല്ലേ, അവരുടെ ചീത്ത അതിൽ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവും എന്നാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പിനോട് ഗുഡ് ബൈ പറയലാണ് ഏറ്റവും നല്ലത്. കാരണം ഒരുപക്ഷെ ആ ഒരു സൗഹൃദം കൊണ്ട് നമുക്ക് നഷ്ടമാകുന്നത് ആയിരക്കണക്കിന് നല്ല സൗഹൃദങ്ങളായിരിക്കും, ആയിരക്കണക്കിന് നല്ല മനുഷ്യരായിരിക്കും, നല്ല മനുഷ്യരുടെ പ്രാർത്ഥനയായിരിക്കും നഷ്ടമാകുന്നത്. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്,
അൽമർഉ അലാ ദീനി ഖലീലിഹി ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ. നിങ്ങൾ ഓരോരുത്തരുടെയും മതബോധം അളക്കപ്പെടുന്നത് നിങ്ങളുടെ കൂട്ടുകാരെങ്ങനെയുണ്ട് നോക്കിയിട്ടാണ്. അവർ നല്ലവരാണോ നിങ്ങളെപ്പറ്റി നല്ലത് എന്നാണ് രേഖപ്പെടുത്തുന്നത്. അവർ മോശമാണോ നിങ്ങളെപ്പറ്റി മോശപ്പെട്ടവരാണെന്നാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ രേഖപ്പെടുത്തുന്നത്. നല്ല സൗഹൃദം ഇന്ന് മാത്രമല്ല, നാളെ ഖബറിലും നാളെ പരലോകത്തും അള്ളാഹുവിൻ്റെ മുമ്പിൽ ശുപാർശ ലഭിക്കാൻ വരെ നമുക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് സൗഹൃദങ്ങൾ തിരഞ്ഞ് നന്നായി ശ്രദ്ധിച്ച് അത് വേർതിരിച്ചെടുത്ത് നിർണ്ണയിക്കേണ്ടതാണ്, ചൂസ് ചെയ്യേണ്ടതാണ്. വെറുതെ റാൻഡം സെലക്ഷൻ അല്ല ശരിക്കും സൗഹൃദം എന്ന് പറയുന്നത്. അത് മനുഷ്യൻ കൃത്യമായും കൃത്യബോധത്തോടുകൂടെ നിയന്ത്രിച്ച് മാത്രം ചെയ്യേണ്ട കാര്യമാണ്. ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ. ഓരോരുത്തരും ചിന്തിച്ച് ആലോചിച്ച് ഡിസിഷൻ എടുക്കണം, ആരെയാണ് ഫ്രണ്ടായി ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൂടെ നിർത്തേണ്ടത് എന്ന്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയൊരളവോളം നമ്മുടെ ജീവിതത്തിൽ നന്മയെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. റമദാൻ്റെ വിശുദ്ധിയെ റമദാൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.